ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അധികം അങ്ങ് ഇഷ്ടമില്ലാത്തൊരു ഫുഡാണ് പുട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് പുട്ടൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബൗളിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതേപോലെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കട്ടി കുറച്ച് നൈസായിട്ട് ഗ്രേറ്റ് ചെയ്യണം. അതിനുശേഷം ഞാനിതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ഈ 2 ബൗളിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബീട്രൂട്ടിലും ക്യാരറ്റിലും ഒക്കെ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്ത് ഈ 2 എണ്ണത്തിലുമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. കാരണം ഓൾറെഡി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് പുട്ടിൻ്റെ ആ ഒരു പരുവത്തിന് ഇത് രണ്ടും കൂടി ഒന്ന് നനച്ചെടുക്കുന്നത്. അത് ഒരുമിച്ച് വെള്ളമൊഴിച്ച് കുഴയ്ക്കരുത്. നമ്മൾ കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് ഇത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ക്യാരറ്റിൻ്റെ ബൗളിലെയും അതേപോലെ ബീട്രൂട്ടിൻ്റെ ബൗളിലെയും പുട്ടുപൊടി ഞാൻ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. പുട്ടുപൊടിയുടെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ അത് ഉരുട്ടിയെടുക്കാനും പറ്റണം, എന്നാൽ നമുക്കതിങ്ങനെ പൊടിച്ചെടുക്കാനും പറ്റണം. അത് ഈ 2 രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് കറക്റ്റ് പുട്ടുപൊടിയുടെ ആ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി എടുക്കാം. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. സാധാരണ പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ തേങ്ങയും അതേപോലെ ഈ ബീട്രൂട്ടിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടുപൊടിയും അതേപോലെ ക്യാരറ്റിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള പുട്ടുപൊടിയും കൂടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റിയെടുക്കുമ്പോൾ ഇത് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നതിലും കുറച്ച് നേരം കൂടി ഇത് ആവി കയറ്റണം. പിന്നെ ഒരുപാട് നേരം ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറ് കിട്ടില്ല. കുറച്ചും കൂടി കളറ് നല്ല ലൈറ്റ് ഷെയ്ഡായി പോകും. അതുകൊണ്ട് ഇതൊക്കെ ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് കുക്കാവാനുള്ള ഒരു സമയം വരെ നമ്മളിതൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ശരിക്ക് ജെന്യുവനായിട്ടുള്ളൊരു ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ക്യാരറ്റിൻ്റെ ഫ്ലേവറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ചിലപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇത് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും. ക്യാരറ്റിൻ്റെ ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നി. അപ്പോൾ കണ്ടോ, നമ്മളുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പുട്ട് തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചീരയൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഗ്രീൻ കളറിലുള്ള ഒരു ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ തന്നെ തയ്യാറാക്കാമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.